ഹലോ, ഞാൻ വേറൊരു വീഡിയോയും കൂടി ചെയ്തേ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറൊരു രീതിയിലൊരു ഹോം വർക്ക് ഷീറ്റ് തന്നെയാണ് ഇതും. നമ്മുടെ വീട്ടിൽപ്പെട്ട ആൾക്കാരുടെ എല്ലാവരുടെയും അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും അനിയനും ചേട്ടനും ചേട്ടത്തിയൊക്കെ അങ്ങനെ എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുക അല്ലേ. അപ്പോൾ ഈ ഹാപ്പി ബർത്ത്ഡേയുടെ മന്ത്സും അതുപോലെ തന്നെ ഇയറും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. നമ്മളൊരു ബുക്ക് എടുക്കുക, അതിനകത്തോട്ട് 4 സൈഡും വരയ്ക്കുക. ഇതുപോലെ ചെറിയ ചെറിയ കോളങ്ങളിലാക്കി നമ്മുടെ മന്ത്സ് എല്ലാം എഴുതുക. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ അത് എഴുതിയതിന് ശേഷം നോക്കിക്കേ, നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് നമ്മുടെ ബർത്ത് ഡേയ്സും ബർത്ത് ഇയേഴ്സും അതുപോലെ ബർത്ത് ഏജും ബർത്ത് മന്ത്സും കിഡ്സ് നെയിമും നമ്മൾ എഴുതി കൊടുക്കുക. നമ്മുടെ സ്കൂളിലാണെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ എല്ലാ കുട്ടികളോടും ഇങ്ങനെ വരച്ചതിന് ശേഷം അവരുടെ ബർത്ത്ഡേയുടെ മാസം, ഏത് മാസത്തിലാണ് അവരുണ്ടായത്, ഏത് വർഷമാണ് ഉണ്ടായത്, അവർക്കെപ്പോൾ എത്ര വയസ്സുണ്ട്, അതേത് മാസം വർഷം, അതുപോലെ കുട്ടിയുടെ പേരും. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കുട്ടിയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. അവൾ ജനിച്ച മാസവും അവരുടെ ഡേയ്സും അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് മാസമാണ് അവരുണ്ടായത്, ഏത് ദിവസമാണ്, അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മെത്തേഡിലൂടെ കടന്നു പോകാം. ഇപ്പോൾ ഫെബ്രുവരിയിലാണെങ്കിൽ ബർത്ത്ഡേയുടെ അവിടെ ഒരു ചെറിയൊരു കേക്കിൻ്റെ ചിത്രമോ ഒരു ഹാർട്ടിൻ്റെ ചിത്രമോ അവർക്കിഷ്ടമുള്ളൊരു ചിത്രം അവരുടെ ബർത്ത്ഡേയുടെ അവിടെ അവർക്ക് സൈൻ ചെയ്യാം. ചിലപ്പോൾ ഒരു പൂവോ എന്തെങ്കിലും അവർക്ക്, ഇപ്പം മാർച്ചിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയാമോ, എല്ലാവരുടെയും ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേയുടെ മാസം അറിയുകയും ചെയ്യാം. അത് പല കളേഴ്സിൽ. ഇപ്പം ഞാൻ ഓറഞ്ച് കൊടുത്തു. ജനുവരിയിലാണെങ്കിൽ നമുക്ക് ഗ്രീൻ കൊടുക്കാം. ഓഗസ്റ്റിലാണെങ്കിൽ ഇത് റോസ് കളർ കൊടുക്കാം. അപ്പം നമുക്ക് ഓരോ കളറിൽ ചേഞ്ച് ചെയ്ത് അവരുടെ ബർത്ത്ഡേ മന്ത്സ് കൂടുതലും അറിയാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് കുട്ടികൾക്ക് കൂടുതലും മന്ത്സുകളും അതുപോലെ തന്നെ അതിൻ്റെ ആരുടെ ബർത്ത്ഡേ ആണെന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ അത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റിംഗ് ആവും. അത് പോരാത്തതിന് കുറച്ചുകൂടെ കളർ ചെയ്ത് അതൊരു പൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേക്കോ അങ്ങനെ ഒരു ചിത്രം കൂടെ വരയ്ക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നും. അപ്പോൾ അതുപോലെ തന്നെ തൊട്ട് താഴെ ഇതുപോലെ ബർത്ത്ഡേയ്സും ഇയറും ഏജും ഒക്കെ കൊടുക്കുമ്പോൾ, നെയിമും ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഓരോ മന്ത്സ് ഓർത്തിരിക്കാൻ പറ്റും. ഇപ്പോൾ ഏപ്രിലാണെങ്കിൽ ഒരാളുടെ ബർത്ത്ഡേ ആണെങ്കിൽ ആ ഏപ്രിൽ നിൻ്റെ